അങ്ങനെ വീണ്ടും ഞാൻ തിരിച്ചെത്തി. നമ്മുടെ അമലൂട്ടൻ ക്ലേ കൊണ്ടുണ്ടാക്കിയ ആനയും കുരങ്ങനുമാണിത്. അവൻ ഇത് വെച്ചാണ് പരിപാടികളെ. നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ചൊരു ചുക്കും അറിയില്ലടാ. ബോംബെ തെരുവിൽ ചീറി പാഞ്ഞു കിടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവരാണ് ഞാൻ. അമലൂട്ടന് വാശിയായി. മഴയത്ത് ഓടിക്കാൻ പാടില്ല. അപ്പോഴാണ് മാളു അവനെ റവിയുണ്ട കാണിച്ച് വാരിക്കുഴി തീർത്തത്. അവസാനം അമലു കൊണ്ടുവന്ന അരിയുണ്ടിയും ആ വെള്ള റവിയുണ്ടിയും ആ അരിയുണ്ടിയും കാണിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു. ഇതാണ് നമ്മുടെ അമലുവിനെ മയക്കിക്കിടത്താനുള്ള സാധനം. തുമ്പിക്കുട്ടൻ കാണിച്ച പോലെ അമലും അങ്ങനെ ഒരു വഴിക്ക് നടന്ന് നോക്കുമ്പോൾ സത്യത്തിൽ പറഞ്ഞ പ്രാണികളൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ജീവികളൊന്നും. പക്ഷെ ഒരു പ്രാണി അതായാലും ഇവിടെ അടിയിൽ മഴ കൊള്ളാതെ വിളിച്ചിരിക്കുന്നു. ഇവനാണ് കക്ഷി. ഞാനിങ്ങനെ ഇല പൊന്തിച്ചത് കൊണ്ടാണ് എൻ്റെ അടിയിൽ കണ്ടത്. ഇലേൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പം കണ്ടുപിടിച്ച അത് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂറയുടെ അല്ലെങ്കിൽ പാറ്റയുടെ, നമ്മുടെ വീട്ടു പാറ്റയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവിയാണെന്നാണ് പറഞ്ഞത്. ഇവനാണ് മരപ്പാറ്റകൾ വിഭാഗത്തിൽപ്പെട്ട കൂറകൾ. പ്രകൃതിയുടെ ക്ലീനറാണ്. ഉണങ്ങിയ ഇലകൾ, ചീഞ്ഞ മരക്കഷ്ണങ്ങൾ എന്നിവ തിന്ന് ജൈവ വസ്തുക്കൾ വളമാക്കി മാറ്റുന്നത് ഇവന്റെ പ്രത്യേകതയാണ്. പല പാറ്റകളെയും കണ്ടിട്ടുണ്ട്. അതിന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരു കോഴി വിട്ടത് വേറൊരു പാറ്റ. ഒരു പാറ്റയെ പറ്റിയിട്ട് കാര്യം പറയാൻ വേണ്ടി നോക്കുമ്പോൾ മറ്റൊരു പാറ്റകൾ തവളേനെ പോലെയാ. എന്റെ മുഖം കണ്ടിട്ടില്ല. എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.